ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഒരു ബ്രേസ്ലെറ്റ് മേക്കിങ്ങുമായിട്ട്. അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് 2mm ഓഫ് വൈറ്റ് കളറുള്ള ബീഡ്സും 1mm ഒരു ഗോൾഡൻ മെറ്റാലിക് ഗോൾഡ് കളറിലുള്ള ചെറിയ ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 0.3mm കോപ്പർ വയർ യൂസ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള, അതായത് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ സൈസ് എത്രയാണോ അതിൻ്റെ ഡബിൾ ആണ് നമ്മൾ ത്രെഡ് എടുക്കുന്നത്, മീൻസ് കോപ്പർ വയർ എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ അത് സെൻറ്ററിൽ പിടിച്ചിട്ട് ആ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും യൂസ് ചെയ്യാം. അതെടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഈ സിസേഴ്സ് തന്നെ വെച്ചിട്ട് എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. നമുക്ക് വൺ സൈഡ് മാത്രം ഹുക്ക് ഇട്ടാൽ മതിയായിരിക്കും കേട്ടോ. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഹുക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് നമ്മൾ രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെ, രണ്ട് വയറും ഒരു ഗോൾഡൻ ബീഡിനുള്ളിലൂടെ നമ്മൾ കോർത്തെടുക്കണം. അതിനുശേഷം ഓരോ വയറായിട്ട് എടുത്തിട്ട് ഒരു വയറിൽ 10 നമ്മൾ വൈറ്റ് ബീഡ്സ്, ഓഫ് വൈറ്റ് ബീഡ്സ് നമ്മൾ കോർത്ത് കൊടുക്കുക. ഒന്നിൽ ഇതുപോലെ കോർത്തെടുക്കുക, അതിനുശേഷം മറ്റേതിലും കോർത്തെടുക്കുക. രണ്ട് സൈഡിൽ ഇതുപോലെ 10 മുത്ത് കോർത്തതിന് ശേഷം ഈ രണ്ട് വയറും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. ഇത് ഈ 10 മുത്ത് എന്നുള്ളത് ഗ്യാപ്പ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ 10 ബീഡ്സിൻ്റെ ആവശ്യമില്ല, ഒരു 6 to 7 ബീഡ്സിൻ്റെ ആവശ്യമില്ല. അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഞാനിങ്ങനെ 10 ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ ഗോൾഡൻ ബീഡ് കയറ്റുക. ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഓരോ വയറിലും 10 ബീഡ്സ് കോർക്കുക. വീണ്ടും ഗോൾഡൻ ബീഡ് ഒന്നിച്ച് വെച്ച് ചേർക്കുക. അങ്ങനെ നമ്മുടെ കൈയുടെ അളവ്, സൈസ് എത്രയാണോ അതനുസരിച്ച് കോർത്തെടുക്കുക. അപ്പം നമുക്ക് ഫുള്ളായിട്ട് കോർത്തെടുത്തതിന് ശേഷം കാണാം. ഇപ്പോൾ നമ്മുടെ കൈയുടെ അളവിനനുസരിച്ച് ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ഈ ഒരു കുറച്ച് വയറുണ്ടല്ലോ, അത് ഇതുപോലെ അവിടെ ഇതുപോലെ ഗോൾഡൻ ബീഡ് കോർത്തതിന് ശേഷം നമ്മളിത് റൗണ്ടിലാക്കി നമ്മൾ ആ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഹുക്ക് പോലെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തില്ലേ, അതിനുള്ളിലൂടെ എടുത്തിട്ട് ഞാൻ ചുറ്റുമാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേസ്ലെറ്റിൻ്റെ ഹുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹുക്ക് ഞാൻ വാങ്ങിച്ചത് തീർന്നു പോയതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഫുള്ളായിട്ട് തന്നെ ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. കയ്യിൽ നമ്മൾ വളയൊക്കെ ഇടുന്ന പോലെ തന്നെ ഇടാൻ പാകത്തിന് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഔട്ട്പുട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.